എന്ത് വേണം? ചേഞ്ച് ഒരു 15 ലക്ഷം രൂപ വേണം. തരാൻ പറ്റുമോ? നിങ്ങളോട് ചോദിച്ച എന്ത് വേണമെന്ന്. ആ മുടിയെ കഴിച്ചിരിക്കണ ആര്? സാറിന്റെ 5 ഞാൻ ഉദ്ദേശിച്ച് സാറിന്റെ സ്റ്റെപ്പിനുകളിൽ 5-മത്തെ ആണോന്നാ. അനാവശ്യം പറയുന്നോടോ. എടോ അതിന്റെ സെക്രട്ടറിയാ. ഞങ്ങളെ ഒരു സീരിയസ് ഡിസ്കഷൻ അല്ല, അത് സാറിന്റെ ജോയിന്റ് സെക്രട്ടറി ആണോ ഡെപ്യൂട്ടി സെക്രട്ടറി ആണോ അത് അണ്ടർ സെക്രട്ടറി ആണോ? ഡിസ്കഷൻ കഴിഞ്ഞ് ചർച്ച ചൂട് പിടിച്ച് നടക്കുകയാണല്ലേ? എടോ തെമ്മാടി, പാറയിൽ സുകുമാരന്റെ മുമ്പിൽ ഇതുവരെ ആരും നീണ്ടു ഒന്നും സംസാരിച്ചിട്ടില്ല. സാറിന് നൂന്ന് നിക്കാൻ സമയം കാണൂല. പക്ഷെ പോലീസുകാരനാ എനിക്ക് നൂന്ന് നിക്കാം. സുകുമാരോട് തർക്കുത്തരം പറയുന്നോടെ തെണ്ടി. സുകുമാര കൈ ഉയർത്താം, പക്ഷെ ലക്ഷ്യത്തിൽ കൊള്ളുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അടിക്കാവൂ. ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. സുന്ദര, ഐറ്റത്തെ പോയി പിടിക്ക്. ശരീരത്തിൽ വല്ല പപ്പും മൂടി ഉണ്ടോ നോക്കണേ. നീ കയ്യോങ്ങിയതേ നിന്റെ മറ്റേടത്തെ വാച്ച്മാന്റെ അടുത്തല്ല, പോലീസുകാരനോടാ. സൂക്ഷിക്കണം. സാറേ ആനപ്പറ ലൈലേ ഇങ്ങോട്ട് മാറിയിക്കടേ. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ. എന്നെ ഒഴിവാക്കി. രാഷ്ട്രീയക്കാരനല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും വാക്കും കാലും മാറാം. ഇരിക്കട്ടെ ഒരു തെളിവിന്. അനുവാദം ചോദിക്കാതെ എന്റെ ഫ്ലാറ്റിൽ കയറി അനാവശ്യം കാണിച്ചോണ്ടല്ലോ. നിന്റെ രണ്ടിനെ തൊപ്പി കയറിപ്പിക്കും. ഞാൻ ആരാണെന്ന് അറിയാടോ? സ്വന്തം പാർട്ടിയിൽപ്പെട്ട സുഹൃത്തായ നേതാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് രാവിലെ 10 മണിക്ക് പ്രസ് ക്ലബിൽ പത്രക്കാരെ വിളിച്ചുകൂട്ടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കുമെന്ന് ഘോരം പ്രസംഗിച്ചുകൊണ്ട് പോലീസിനെ വിറപ്പിച്ച രാഷ്ട്രീയത്തിൽ ഈ പടക്കുതിരെ അറിയാത്തവരുണ്ടോ സുകുമാര? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞ എല്ലാവന്റെ കിടപ്പ് സെക്രട്ടറിയുടെ നടയിൽ. അതെന്ത്? ഇവിടെ വർക്കിന്റെ ഗുണം. സൂക്ഷിച്ച് സംസാരിക്കണം. രാഷ്ട്രീയക്കാരോടുള്ള പോലീസുകാരന്റെ കളി വേണ്ട. ഗദർമുണ്ട് ഷർട്ടും ധരിച്ചാൽ രാഷ്ട്രീയക്കാരനായെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ പറഞ്ഞോ സുകുമാര. ഇത്രയും കാലം പഠിക്കാത്തൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിക്കാം. എന്താ പഠിക്കണോ? ഉന്നാര മകൻ മാധവൻ ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ശത്രുവിനെ കൊല്ലാൻ മകന് കൊട്ടേഷൻ ഏൽപ്പിച്ച ഈ അച്ഛന്റെ കഥ മാധവൻ പറഞ്ഞു. ഇല്ല, ഞാൻ അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മാധവൻ അല്ലെങ്കിൽ പിന്നെ ആരാടാ? നെൽസനാ കൊട്ടേഷൻ എടുത്തത്. നെൽസനോ? വാഴാനി നെൽസനാ. സംഭവത്തിന് ശേഷം ഞാനിതുപോലെ അവനെ കണ്ടിട്ടില്ല. എന്നെ അന്വേഷിച്ച് വന്നിട്ടുമില്ല. അഡ്വാൻസ് മേടിച്ചു പോയതാ. എവിടെയാടാ നെൽസന്റെ വീട്? വാഴാനി ഡാമിന് അടുത്തുള്ള ചേരിയില്ല. അവനെപ്പോഴും ഇവിടെ തന്നെ. കുംഭകർണന്റെ ഉറക്കം പോലെ 6 മാസം ഇവിടെ, 6 മാസം പുറത്ത്. കിട്ടി. സെപ്റ്റംബർ 14 നെൽസനെ കൊണ്ടുവന്നത്. ആ സ്ഥിതിക്ക് പോലീസുകാർ അതിന്റെ തലേന്നാള്, അതായത് സെപ്റ്റംബർ 13 അവനെ പൊക്കിട്ടുണ്ടാവും. ഈ കൃഷ്ണകുമാർ കൊല്ലപ്പെട്ടെന്ന് സെപ്റ്റംബർ 15. ഓ, 15 പിന്നെ നെൽസൺ അല്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓക്കെ. ഹലോ. അഴിക്കും തോറും മുറുകുന്ന വല പോലെയാണ് ഈ കേസ്. നെയ്തവനെ കൊണ്ട് തന്നെ അഴിച്ചെടുക്കണം. എന്നാലേ കെട്ടഴിയൂ. കാരണം ആ കെട്ടിന്റെ സൂത്രപ്പണി അവനെ അറിയൂ. ആ ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. ഈ താക്കോൽ കൂട്ടം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവമേനോന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ താക്കോൽ കൂട്ടം. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു താക്കോലിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല സാർ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ജഡ്ജിയുടെ വീടിന് മുൻവാതിൽ തുറന്നു കിടക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ താക്കോലിന് മറ്റൊരു അവകാശം കൂടിയുണ്ട്. അതാര്? സാർ, ഒരു സംശയമുണ്ട്. കൊല നടത്തിയ ആളുടെ ഉദ്ദേശം കളവാണെങ്കിലോ? ഇന്നലത്തെ പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടിയ താക്കോൽ ചേറു എന്നൊരു കള്ളനെ കുറിച്ച്. ഞാനും വായിച്ചിരുന്നു. എങ്കിലൊരു പക്ഷേ ഈ താക്കോൽ ചേറുവിന്റേതായിക്കൂടെ സാർ? ആവാലോ. കൊലപാതകത്തിന് പിന്നിൽ കളവിന് വന്ന ചേറു തന്നെ ആവാം. നൂറെണ്ണായ സാറേ? താൻ പോയ കാര്യം എന്തായി? പോയ കാര്യങ്ങളെല്ലാം റെഡി. വിരലയുടെ ആളുകൾ ചേറുവിന്റെ തന്നെ.
താങ്ക് ഗോഡ്. സാർ ഈ ചേറുപ്പ് എവിടെയുണ്ട്? ഒരു മോഷണ കേസിന്റെ തെളിവെടുപ്പിനായി അവ ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. എങ്കിൽ പൊക്കാം. ഈ സാധനം ഇതല്ലടോ ചേറുവിനെ. ആ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? ഞാൻ നാളെ ഒറ്റപ്പാലത്തെ തറവാട്ടിലേക്ക് പോവാ. മിക്കവാറും ഞാൻ ഇനി കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല. അതെന്താ ഇത്ര പെട്ടെന്നൊരു തീരുമാനം? എന്റെ ലീവ് വേക്കൻസി കഴിഞ്ഞു. മറ്റൊരാൾക്ക് പകരക്കാരിയായിരുന്നു ഇത്രയും നാൾ. പിന്നെ അച്ഛൻ ബാംഗ്ലൂരിൽ മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. സർ. ടീ കോഫി? കോഫി മതി. 2 കോഫി, കൂടെ എന്തെങ്കിലും സ്നാക്സ് ആയിക്കോട്ടെ. ഓക്കെ സർ. ഞാൻ വിളിപ്പിച്ചതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. വളരെ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളെങ്കിലും എന്റെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു രാജീവും സണ്ണിയും വിനുവും. കഴിയുമെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അവരെ പുറത്തു കൊണ്ടുവരണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഏതാനും നാളുകൾക്കുള്ളിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അവരെ കുറിച്ച് എന്തെങ്കിലും? അവരെന്റെ കസ്റ്റഡിയിലുണ്ട്. റിയലി? എനിക്ക് അവരൊന്ന് കാണാൻ കഴിയോ? ഓഫ്കോഴ്സ്. വേണമെങ്കിൽ രാധികയുടെ യാത്രയപ്പിന് ഞാൻ അവരെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് തന്റെ മുത്തശ്ശി ഒന്ന് കാണാമല്ലോ, വിരോധമൊന്നുമില്ലല്ലോ. ഓ, സന്തോഷമുള്ളൂ. എങ്കിൽ നാളെ നമ്മൾ ഒറ്റപ്പാലത്തെ തറവാട്ടിൽ ഒത്തുകൂടും. കോളേജിൽ വന്നൊരു പോലീസുകാരെ ഭീഷണിപ്പെടുത്തി പോയെന്ന് രാധിക ഫോണിലൂടെ പറഞ്ഞപ്പോ ഞാൻ കരുതി വലിയ ദേഷ്യക്കാരനാവുന്നു. ചിലപ്പോ ചില നമ്പറുകളൊക്കെ ഇറക്കും, അത്രേ ഉള്ളൂ മുത്തശ്ശി. പോലീസുകാര് മനുഷ്യരല്ലേ? അതന്നെ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞത്. പിന്നെ ആളുകളെ കൊന്ന കേസൊക്കെ ആകുമ്പോ ഇത്തിരി ഭയപ്പെടുത്തൊക്കെ വേണ്ട കേസ് തെളിയിക്കാൻ. അല്ലെങ്കിൽ പിന്നെ പോലീസ് എന്തും പോലീസ്. കൃഷ്ണനും രാഘവനൊക്കെ വലിയ കൂട്ടായിരുന്നു, ഈ കുട്ടികളെ പോലെ തന്നെ. അവര് 3 പേരായിരുന്നു കൂട്ടുകാര്. അതിനിപ്പോ 2 പോയി. ഇതിപ്പോ ആരാണോ ഊണ് കഴിക്കുന്ന നേരത്ത് വിളിക്കുന്നെ? ഹലോ ഹലോ, ആ കൊടുക്കാം. വർഗീസിനുള്ളതാ. ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് ഇവിടുത്തെ നമ്പർ കൊടുത്തതാ. ഹലോ, എവിടെ വെച്ച്? ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഉടനെ 4 കൂട്ടിയുള്ളൊരു മിനുക്ക്. രാധികയുടെ മുത്തശ്ശൻ അതൊരു ശീല. എന്നാലേ ഊണ് കഴിച്ചു എന്നുള്ളൊരു തൃപ്തി മൂപ്പർക്ക് ഉണ്ടാവും. എന്നിട്ട് വിശാലമായിട്ടൊരു ഉറക്ക. ആരെ മുത്തശ്ശി വിശാലം? പോലീസുകാരൻ വലിയ തമാശക്കാരനാണല്ലേ. ഈ വിശാലെന്ന് വെച്ചാ വിസ്തരിച്ചൊരു ഉറക്കം, അത്രേ ഉള്ളൂ. അല്ല, മുത്തശ്ശി നേരത്തെ പറഞ്ഞില്ലേ മരിച്ചുപോയ കൃഷ്ണകുമാറിന്റെയും രാഘവമ്മന്റെയും ഉറ്റ സുഹൃത്തായ വേറൊരാളെ കുറിച്ച്? എന്താ പുള്ളിക്കാരന്റെ പേര്? അയാളും തന്നെ പോലൊരു പോലീസുകാരനായിരുന്നു, ഒരു DYSP. കൃഷ്ണനും രാഘവനൊക്കെ ആർക്കെന്ന് അയാളെ വിളിക്ക. മുഴുവൻ പേര് ശരിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഇപ്പൊ ജോലിയൊക്കെ രാജിവെച്ച് തിരുവനന്തപുരത്താന്നാ തോന്നുന്നു. ആ ഫോട്ടോയിൽ കാണുന്നതാ ആ 3 പേരും.